ഇന്ന് നമുക്ക് പരമശിവൻ ഫാത്തിമ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, യോഗോപുരം എന്നും സുബ്രഹ്മണ്യപുരം എന്നും പേരുള്ള രണ്ട് ഗ്രാമം. ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. സുബ്രഹ്മണ്യപുരത്തുള്ളവരെല്ലാം ഹിന്ദുക്കളാണ്, യോഗോപുരത്തുള്ളവരെല്ലാവരും ക്രിസ്ത്യൻസുമാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്കിടയിൽ നല്ല ക്ലാഷുമുണ്ട്. എന്നാൽ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ച് വിവാഹത്തിൻ്റെ ചടങ്ങ് വല്ലതും നടത്തുകയാണെങ്കിലോ കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ വരൻ കൊല്ലപ്പെടുന്നു. അതിന് പിന്നിലാണെങ്കിലോ നായകനായ പരമശിവനും നായികയായ ഫാത്തിമയുമാണ് കാരണം. ഇവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ വരന്മാരെ കൊന്നുകളയുന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ തിരുമല എന്ന നാടാണ് കാണിക്കുന്നത്. ആ നാട്ടിലെ യോഗോപുരം എന്ന ഗ്രാമവും. ആ ഗ്രാമത്തിൽ സൂസ എന്നൊരാളിൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നു. ചടങ്ങിലാണെങ്കിൽ സൂസയ്ക്കൊപ്പം തൻ്റെ ഭാവി വധുവുമുണ്ട്. ചടങ്ങിൽ ഡാൻസ് കളിക്കുവാനായിട്ട് ജെന്നിഫർ എന്നൊരു പെൺകുട്ടിയും എത്തിയിട്ടുണ്ട്. എന്നാൽ സൂസയുടെ കണ്ണാണെങ്കിൽ ജെന്നിഫറിൻ്റെ മുകളിലും. അതെല്ലാം ഭാവി വധു കാണുന്നുണ്ട്. ഉടനെ തന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ സൂസയുടെ തലക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട്, ഞാനിവിടെ നിൽക്കുകയല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സൂസയ്ക്ക് രണ്ട് കൊടുക്കുന്നു. അതോടുകൂടി സൂസ മാറുമെന്നാണോ? എവിടെന്ന് മാറാനൊന്നും പോകുന്നില്ല. സൂസ വീണ്ടും ജെന്നിഫറിനെ തന്നെ ആരും അറിയാതെ നോക്കുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞ് ജെന്നിഫർ ആണെങ്കിൽ ഒരു വിജനമായ വഴിയിലൂടെ പോകും. അവളെ ഫോളോ ചെയ്ത് സൂസയും പോകുന്നുണ്ട്. ഈ സൂസയ്ക്കും ജെന്നിഫറിനും ഇടയിൽ ആരും അറിയാത്തൊരു കണക്ഷനുണ്ട്. രഹസ്യമായിട്ട് ആ ബന്ധം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ ജെന്നിഫറിനെ കാണുന്നില്ല. സൂസയ്ക്ക് പിന്നിലായിട്ട് സലീം എന്നൊരു പയ്യനും വന്ന് നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവനെയും കാണാതാകുന്നു. അതേസമയം തന്നെയായിരുന്നു സൂസയ്ക്കടുത്തേക്ക് നമ്മുടെ കഥാനായകനായ പരമശിവനും കഥാനായികയായ ഫാത്തിമയും എത്തുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് സൂസയെ ക്രൂരമായി കൊന്നുകളയും. വെള്ളത്തിൽ മുക്കിയാണ് കൊന്നുകളയുന്നതും. സൂസയെ കാണാനില്ലാത്ത വിവരം കല്യാണം നടക്കുന്ന വീട്ടിലും പിന്നെ പോലീസുകാരും അറിയുകയാണ്. പോലീസുകാരാണെങ്കിൽ ഒരു വശത്ത് അന്വേഷണവും ആരംഭിച്ചു, നാട്ടുകാരാണെങ്കിലോ മറ്റൊരു വശത്ത് അന്വേഷണവും ആരംഭിച്ചു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ സൂസയുടെ ഡെഡ് ബോഡി അടുത്ത ദിവസം പോലീസുകാർ കണ്ടെത്തുകയാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. തിരുമല നാട്ടില് രണ്ട് ഗ്രാമങ്ങളുണ്ട്, യോഗോപുരവും സുബ്രഹ്മണ്യപുരവും. യോഗോപുരത്തെ ആളുകൾ കരുതിയിരിക്കുന്നത് സുബ്രഹ്മണ്യപുരത്തെ ആരോ ആണ് സൂസയെ കൊന്നിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യപുരത്തിലുള്ളവരോട് പ്രശ്നമുണ്ടാക്കുവാനായിട്ട് യോഗോപുരത്ത് നിന്നും ഒരു കൂട്ടം ആളുകൾ യാത്ര ആരംഭിച്ചു. എന്നാൽ അതേസമയം തന്നെയായിരുന്നു യോഗോപുരത്തേക്ക് പുതിയ സബ് ഇൻസ്പെക്ടർ ചാർജ് എടുക്കുവാനായി എത്തിയതും. യോഗോപുരത്തുള്ളവരെല്ലാം സുബ്രഹ്മണ്യപുരത്തുള്ളവരോട് പ്രശ്നമുണ്ടാക്കുവാനായി പോകുന്നതറിഞ്ഞ ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്, ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന സൂസയെ കൊന്നു കളഞ്ഞത് ആ സുബ്രഹ്മണ്യപുരത്തുള്ളവരാ, അത് ഞങ്ങൾക്കറിയാമെന്നും യോഗോപുരത്തുകാർ പറയും. അത് കേട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നത്, അല്ല, നിങ്ങളുടെ കയ്യിൽ സുബ്രഹ്മണ്യപുരത്തുള്ളവരാണ് കൊന്നുകളഞ്ഞത് എന്നുള്ളതിന് വല്ല തെളിവുമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ഈ കേസ് അന്വേഷിക്കുവാനായിട്ട് ഞങ്ങളുണ്ട് എന്നുള്ള കാര്യവും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. ഈ യോഗോപുരത്തുകാരും സുബ്രഹ്മണ്യപുരത്തുകാരും ശത്രുക്കളാണ്. യോഗോപുരത്തുകാർക്ക് സപ്പോർട്ടിനായിട്ട് ഒരു ചർച്ച് ഫാദറുണ്ട്. ആ ഫാദറാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും. ഈ ചർച്ച് ഫാദർ ആണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കേസിനെ കുറിച്ച് വിശദമായി ഒന്ന് അന്വേഷിച്ചിട്ട് യോഗോപുരത്തുകാരോട് വന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം കേസൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, അതിലേത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമല്ലോ എന്ന് പറയും. യോഗോപുരത്തുകാരെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും തെറ്റേത് ശരിയേത് എന്നൊക്കെ നോക്കിയതിന് ശേഷം ശരിയുടെ ഭാഗത്ത് മാത്രമേ ചർച്ച് ഫാദർ നിൽക്കൂ. മറ്റൊരു വശത്ത് പോലീസ് കേസ് അന്വേഷിക്കുകയാണല്ലോ. ഡെഡ് ബോഡി കിടന്നതിൻ്റെ അടുത്ത് നിന്നും ഒരു മുസ്ലിംസൊക്കെ യൂസ് ചെയ്യുന്നൊരു തൊപ്പി കിട്ടുന്നു. ആ തൊപ്പിയുമായിട്ട് ഇൻസ്പെക്ടർ നേരെ പോകുന്നത് ഈ മുസ്ലിംസിൻ്റെയൊക്കെ ഹെഡായിട്ടുള്ള ഒരാളിനടുത്തേക്കാണ്. പോലീസ് ഓഫീസർ അയാളോട് പറയുന്നത്, നിങ്ങളുടെയൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്ന തൊപ്പിയാണല്ലോ ഇത്, അത് ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യം പറയുമ്പോൾ, ഈ തൊപ്പിയല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും കിട്ടിയില്ലേ? കൃത്യമായിട്ടുള്ള എവിഡൻസ് വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുപോവാ, അല്ലാതെ ഞങ്ങളുടെ ആളുകളുടെ മണ്ടയിൽ വെറുതെ പഴിയൊന്നും കൊണ്ടിടരുത് എന്ന് പറഞ്ഞ് പോലീസുകാരെ വഴക്ക് പറഞ്ഞ് ആ ഒരാൾ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. മറ്റൊരു വശത്ത് പരമശിവനെയും ഫാത്തിമയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു കാടിനുള്ളിൽ ആരുമില്ലാത്ത പഴയൊരു വീട്ടിലിരുന്ന് റൊമാൻസ് ചെയ്യുകയാണ്.
രണ്ടുപേരും പ്രണയത്തിലാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മറ്റൊരു വശത്ത് ജെന്നിഫറിനെയും സലീമിനെയും കാണിക്കും. ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ്. ഇവർ ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നതൊക്കെ പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെന്നിഫറിനെയും സലീമിനെയും കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും ഇൻസ്പെക്ടർ പറയുന്നു. അതേ സമയത്തായിരുന്നു സുബ്രഹ്മണ്യപുരത്തുള്ള ഒരു മന്ത്രവാദി പോലുള്ള ഒരാളുണ്ട്. കുറച്ച് സമനില തെറ്റിയ ആളാ. അയാളാണെങ്കിൽ പോലീസുകാർ ജെന്നിഫറിനെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം അറിഞ്ഞ് പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പിറകെ പോയാലും ജെന്നിഫറിന് പിറകെ പോകരുത്, അത് നിങ്ങൾക്ക് ആപത്താണ്, അവളുടെ പിന്നാലെ ആരും പോകരുത് എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുമ്പോഴും പോലീസുകാരാണെങ്കിൽ ഒരു സമനില തെറ്റിയ ആൾ പറയുന്നു എന്ന് കരുതി അതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല. അവരാണെങ്കിൽ ജെന്നിഫറിനെയും സലീമിനെയും കുറിച്ച് അന്വേഷിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് ദുബായിൽ നിന്നും ഒരാൾ വരികയാണ്. അയാൾക്കാണെങ്കിൽ അയാളുടെ മാമന്റെ മകളെ വിവാഹം കഴിക്കണം. വന്ന ഉടനെ തന്നെ കല്യാണം കഴിക്കണം എന്ന വാശിയിലാണ് വരുന്നത് പോലും. ഈ ദുബായ് രാജ ദുബായിൽ നിന്ന് വന്നത് റിട്ടേൺ ടിക്കറ്റുമായിട്ടാണ്. 3 ദിവസത്തിനകം തിരികെ പോകും. അതുകൊണ്ട് തന്നെ അയാൾക്ക് പെട്ടെന്ന് വിവാഹം വേണം. വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. അങ്ങനെ വിവാഹത്തിന്റെ തലേ ദിവസം എത്തി. അവിടെ ഫംഗ്ഷൻ തകൃതിയായി നടക്കുന്നു. ഫംഗ്ഷനിൽ പങ്കെടുക്കുവാനായിട്ട് ജെന്നിഫറും സലീമും ഒക്കെ ഉണ്ട്. ജെന്നിഫറാണ് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ കറണ്ടൊക്കെ ഒന്ന് പോകുന്നു. എന്നാൽ കറണ്ട് വരുന്ന സമയത്ത് ദുബായ് രാജയെ കാണുന്നില്ല. ദുബായ് രാജയാണെങ്കിലോ ജെന്നിഫറിന്റെ പിന്നാലെ പോകുന്നു. അവളാണെങ്കിൽ ദുബായ് രാജയെ മയക്കിയെടുത്ത് ആ കാടിനുള്ളിലേക്ക് തന്നെ പോവുകയാണ്. എങ്ങനെയാണോ ആദ്യത്തെ ആളിനെ കൊന്നു കളഞ്ഞത് ആ സൂസയെ, അതുപോലെ തന്നെ ദുബായ് രാജയും വെള്ളത്തിൽ മുക്കി കൊന്നു കളയുന്നു. അടുത്ത ദിവസവും ദുബായ് രാജയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് പള്ളിയുടെ മുന്നിൽ നിന്നാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും ദേഷ്യം. സുബ്രഹ്മണ്യപുരത്തുകാർ കരുതിയിരിക്കുന്നത് യോക്കോപുരത്തുകാരാണ് ദുബായ് രാജയെ കൊന്നുകളഞ്ഞതെന്നാണ്. ഈ സുബ്രഹ്മണ്യപുരത്തുകാരെന്നാൽ ഫുൾ ഹിന്ദുക്കളാണ്. അവർ ചേർന്ന് ഒരു ഗ്രാമം രൂപീകരിച്ചതാണ് ഈ സുബ്രഹ്മണ്യപുരവും. അങ്ങനെ സുബ്രഹ്മണ്യപുരത്തുകാർ കരുതിയിരിക്കുന്നത് യോക്കോപുരത്തുകാരാണ് ഇതിന് പിന്നിലെന്നല്ലേ. അതുകൊണ്ട് തന്നെ യോക്കോപുരത്തുള്ളവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുവാനായും പോകും. വലിയൊരു പ്രശ്നം തന്നെ നടക്കുന്നു. ആ ഒരു പ്രശ്നത്തിൽ പോലീസുകാർ ഇടപെട്ട് 2 കൂട്ടരെയും എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കും. ഒരുവിധം പോലീസുകാരാണെങ്കിൽ 2 ഗ്രാമവാസികളെയും സമാധാനിപ്പിച്ചല്ലോ. എന്നാൽ പോലീസുകാർ നേരെ വരുന്നത് ആ ചർച്ച് ഫാദറിനടുത്തേക്കാണ്. സുബ്രഹ്മണ്യപുരത്തിന്റെ പോലീസ് ഓഫീസറും പിന്നെ യോക്കോപുരത്തിന്റെ പോലീസ് ഓഫീസറും ചർച്ച് ഫാദറിനടുത്തെത്തുന്നു. 2 പോലീസുകാരും കൂടി ചർച്ച് ഫാദറിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. സൂസയെ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയും ദുബായ് രാജയെ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയും വീണ്ടും വിവാഹിതരാകണം. അവരെ 2 പേർ കല്യാണം കഴിക്കണം. 2 പേരുടെയും വിവാഹം ഒരുമിച്ച് തന്നെ നടക്കണമെന്നും പോലീസുകാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൊലയാളിയെ അവർക്ക് പിടികൂടുവാനായും പറ്റൂ. അതിനു വേണ്ടിയിട്ട് കൊലയാളിയെ പിടികൂടുവാനായിട്ട് ഒരു കെണിയൊരുക്കുകയാണ് പോലീസുകാർ. ചർച്ച് ഫാദർ ആണെങ്കിൽ ഈ കാര്യം 2 ഗ്രാമത്തിലും അറിയിക്കും. അങ്ങനെ ഈ 2 പെൺകുട്ടിയും വിവാഹം കഴിക്കുവാനായിട്ട് 2 ഗ്രാമത്തിലെയും തലവന്റെ മക്കളാണ് എത്തുന്നതും. കല്യാണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് പരമശിവവും ഫാത്തിമയും പിന്നെ ജെന്നിഫറും സലീമും ഒക്കെയുണ്ട്. ചടങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുകയാണ്. പോലീസുകാരാണെങ്കിലോ കൊലയാളി വരുമ്പോൾ പിടികൂടുവാനായിട്ട് റെഡിയായി നിൽക്കുന്നു. അതേസമയം മുൻപ് നടന്നതുപോലെ തന്നെ പവർ കട്ടുണ്ടാകുന്നു. വീണ്ടും കറണ്ട് വന്ന സമയത്ത് 2 പയ്യന്മാരെയും കാണുന്നില്ല. പോലീസുകാരാണെങ്കിൽ അവിടെ ആകെ അന്വേഷിക്കും. ഒരു ഘട്ടത്തിൽ ജെന്നിഫറും സലീമുമാണ് ഇതിന് പിന്നിലെന്നവർ കണ്ടുപിടിക്കുന്നു. 2 പയ്യന്മാർക്കും വേണ്ടിയിട്ട് പോലീസുകാർ തിരച്ചിൽ ആരംഭിച്ചു. അതേസമയമായിരുന്നു അവർക്ക് മുന്നിലായിട്ട് ഒരു വാൻ വന്ന് നിൽക്കുന്നതും. ആ വാനിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ ജെന്നിഫറും സലീമുമാണെന്നവർ തിരിച്ചറിയുന്നതും. ജെന്നിഫറിനെയും സലീമിനെയും പിടികൂടുവാനായിട്ട് അവിടെ ആകെ പോലീസ് പരക്കം പായുന്നു. പോലീസുകാർ ജെന്നിഫറിനെയും സലീമിനെയും അന്വേഷിക്കുന്നത് കണ്ട് പരമശിവനും ഫാത്തിമയും ചേർന്ന് അവർ 2 പേരെയും രക്ഷിച്ച് മലമുകളിലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീട്ടിൽ ഒരു അമ്മ മാത്രമാണുള്ളത്. എന്നാൽ ആ വീടും പോലീസ് വളയുകയാണ്. പോലീസ് ആ വീട് വളഞ്ഞത് ആ അമ്മ അറിയുന്നു. അമ്മ വാതിൽ തുറന്നിറങ്ങി വരുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നത്, ഓഹോ, അപ്പോൾ നിങ്ങൾ 3 പേരും ചേർന്നാണോ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത്? എന്നാൽ ആ അമ്മ പറയുന്നത് ഞങ്ങളല്ല എന്ന്. അതിന് പിന്നിൽ ആരാണെന്ന് ഒരു ഘട്ടത്തിൽ ആ അമ്മയ്ക്ക് തുറന്നു പറയേണ്ടി വരും. സത്യത്തിലെ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നും സലിമും ജെന്നിഫറുമല്ല, ഫാത്തിമയും പരമശിവനുമാണെന്നുള്ള കാര്യം ആ അമ്മ പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. പിന്നീട് ഫാത്തിമയുടെയും പരമശിവന്റെയും ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. പണ്ട് ഈ യോക്കോപുരവും സുബ്രഹ്മണ്യപുരവും അങ്ങനെ 2 ഗ്രാമങ്ങളുണ്ടായിരുന്നല്ലോ. അതിൽ ഈ സുബ്രഹ്മണ്യപുരത്തുള്ള ജനങ്ങൾ
ജനങ്ങളെല്ലാവരും അവർ കൂടുതലും ഹിന്ദുക്കളാണ്. അവരെല്ലാവരും ക്രിസ്ത്യൻ മതത്തിൽ ചേരുവാനായും തുടങ്ങി. സുബ്രഹ്മണ്യപുരത്ത് താമസിക്കുന്നവർക്ക് നന്നായിട്ട് ആഹാരം കിട്ടുവാനോ നല്ല ജോലിയോ അങ്ങനെയൊന്നുമില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടും തന്നെയായിരുന്നു. എന്നാൽ യോക്കോപുരത്തുള്ളവർക്കാണെങ്കിലോ സ്ഥിരമായിട്ട് ജോലിയുണ്ട്, അവർക്ക് ആഹാരമുണ്ട്, ദാരിദ്ര്യമില്ല, കഷ്ടപ്പാടില്ല. അവരെല്ലാവരും ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നവരും. സുബ്രഹ്മണ്യപുരത്തുള്ളവർ മിക്കവരും കൺവെർട്ടായി യോക്കോപുരത്തേക്കും പോകുവാനായും തുടങ്ങി. സുബ്രഹ്മണ്യപുരത്തായിരുന്നു നമ്മുടെ കഥാനായകനായ പരമശിവനും കഥാനായികയായ തമിഴ് സെൽവിയും താമസിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും കുട്ടികളായിരുന്ന സമയത്താണ് തമിഴ് സെൽവിയുടെ അച്ഛനും അമ്മയും ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹിക്കാനാകാതെ യോക്കോപുരത്തേക്ക് പോകുവാനായും തീരുമാനിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതും. ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നതോടുകൂടി തമിഴ് സെൽവിയുടെ പേര് ഫാത്തിമ എന്നാക്കി. കുട്ടിക്കാലത്ത് തന്നെ രണ്ടുപേരും രണ്ടായി പിരിഞ്ഞു. എന്നാൽ പരമശിവനാണെങ്കിലോ സുബ്രഹ്മണ്യപുരത്ത് തന്നെ വളർന്നു. ഫാത്തിമയുടെ കുടുംബമാണെങ്കിൽ യോക്കോപുരത്തേക്ക് പോയതോടുകൂടി അവരുടെ ജീവിതശൈലി ആകെ മാറി. അവർ നന്നായിട്ട് മെച്ചപ്പെട്ടു വരുവാനായും തുടങ്ങി. തമിഴ് സെൽവിയായ ഫാത്തിമയെ അച്ഛനും അമ്മയും ചേർന്ന് നന്നായിട്ട് പഠിപ്പിച്ചു. ഏകദേശം ടീനേജ് പ്രായമായ സമയം. മറ്റൊരു വശത്ത് നമ്മുടെ പരമശിവനാണെങ്കിലോ അവനും നന്നായിട്ട് പഠിച്ചു. സുബ്രഹ്മണ്യപുരത്തുള്ളവർക്ക് വേണ്ടിയിട്ട് അവൻ നന്നായിട്ട് അധ്വാനിക്കുവാനായും തുടങ്ങി. ആ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും പരമശിവൻ നന്നായിട്ട് പ്രവർത്തിച്ചു. പരമശിവൻ പഠിച്ച് ഒരു ടീച്ചറായി ആ സ്കൂളിൽ തന്നെ ടീച്ചറായും പ്രവേശിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഫാത്തിമ അറിയുന്നുണ്ടായിരുന്നു. ഫാത്തിമയും പരമശിവന് വേണ്ടിയിട്ട് പഠിച്ച് ടീച്ചറായി നേരെ സുബ്രഹ്മണ്യപുരത്തേക്ക് വരും. അവളോട് അവിടേക്ക് പോകരുതെന്ന് എല്ലാവരും പറഞ്ഞിട്ട് പോലും അവൾക്ക് സുബ്രഹ്മണ്യപുരത്ത് വരണം, അത് തന്നെയാണ് ആഗ്രഹം. കാരണം എന്തെന്നാൽ അവളുടെ പരമശിവനെ കാണണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ പരമശിവനാണെങ്കിലോ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനെ വിട്ടിട്ട് പോയതിൻ്റെ ദേഷ്യമാണ് അവൻ അവളോടുള്ളതും. അവളാണെങ്കിലോ എങ്ങനെയെങ്കിലും പരമശിവനുമായിട്ട് അടുക്കുവാനൊക്കെ തീരുമാനിക്കും. ഒരു ഘട്ടത്തിൽ തൻ്റെ ദേഷ്യമെല്ലാം മറന്ന് അവനാണെങ്കിൽ അവളുമായി സഹകരിക്കും. രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ് ടീച്ചറായി പഠിപ്പിക്കുന്നത് പോലും. അങ്ങനെ അവരുടെ സൗഹൃദം വളർന്ന് വളർന്ന് അത് പ്രണയമായി മാറി. ഇവർ രണ്ടുപേരും പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ജെന്നിഫറും സലീമും പഠിപ്പിക്കുന്നതും. 4 പേരും നല്ല ഫ്രണ്ട്സാണ്. ആ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത് ചർച്ച് ഫാദറാണ്. ഒരു ഘട്ടത്തിൽ ഫാത്തിമയും പരമശിവനും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം ചർച്ച് ഫാദറിന് മനസ്സിലായി. രണ്ടുപേർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ചർച്ച് ഫാദർ ആണെങ്കിൽ നേരെ പോകുന്നത് യോക്കോപുരത്തേക്കാണ്. ഫാത്തിമയുടെ അച്ഛനെയും അമ്മയും കണ്ട് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഇവരുടെ കല്യാണം നടത്തുക, അത് തന്നെയായിരുന്നു ചർച്ച് ഫാദറിൻ്റെ ഉദ്ദേശവും. ഈ കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഈ ഒരു കാര്യം അവിടെ ആകെ ചർച്ചയായി. അത് വലിയ വിഷയമായി മാറി. എല്ലാത്തിനും തടസ്സമായി നിന്നത് ഫാത്തിമയുടെ സഹോദരനായ ഫിലിക്സ് ആയിരുന്നു. ഇവരുടെ അച്ഛനായ റോബർട്ടിനാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറി എന്നുണ്ടെങ്കിലും ഹിന്ദു മതത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. മുൻപ് ജീവിക്കുവാനായിട്ട് ഒട്ടും സാഹചര്യമില്ലാതെ ഒരു തൊഴിൽ പോലും ഇല്ലാതെ വന്ന സമയത്തായിരുന്നു ഞങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഹിന്ദു മതം തന്നെയാണ്. എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ആ മതത്തിലേക്ക് മാറുമെന്നും റോബർട്ട് പറയുന്നുണ്ട്. എന്നാൽ ഫിലിക്സിനാണെങ്കിലോ അതിനൊട്ടും താല്പര്യമില്ല. കാരണം ഫിലിക്സ് ആണെങ്കിൽ ഈ യോക്കോപുരത്ത് അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ്. മാത്രമല്ല ഫിലിക്സിന്റെ കൈവശമാണ് അവിടുത്തെ ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഫിലിക്സ് യോക്കോപുരത്തുകാരനായതുകൊണ്ടും ക്രിസ്ത്യാനി ആയതുകൊണ്ടുമാണ് അവൻ ഒരുപാട് കൊട്ടേഷൻ കിട്ടുന്നതും. മാത്രമല്ല വിദേശത്ത് നിന്ന് ഒരുപാട് പണം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫിലിക്സ് യോക്കോപുരത്തുകാരുടെ കൈവശം എത്തിക്കാറില്ല. അതെല്ലാം അവൻ്റെ കയ്യിൽ തന്നെയാണ് അവൻ സൂക്ഷിക്കുന്നത് പോലും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇപ്പോൾ ഫിലിക്സിനുണ്ട്. അങ്ങനെയുള്ള ഫിലിക്സ് ഇപ്പോൾ സുബ്രഹ്മണ്യപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഇത് വല്ലതും കിട്ടുമോ? ഹിന്ദു മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവൻ ഈ നടത്തുന്ന പരിപാടികളൊന്നും നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫിലിക്സിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും. ഹിന്ദു മതത്തിലേക്ക് ചേരണമെന്ന് റോബർട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഫിലിക്സിന് തൊട്ടും ഇഷ്ടമാകുന്നില്ല. ആ ഒരു കാരണത്താൽ ഫിലിക്സ് ആണെങ്കിൽ തൻ്റെ അച്ഛനായ റോബർട്ടിനെ തന്നെ കൊന്നുകളയും. ഒരു ഘട്ടത്തിൽ തൻ്റെ അച്ഛനെ കൊന്നത് തൻ്റെ സഹോദരനാണ് എന്നുള്ള കാര്യം ഫാത്തിമ അറിയുന്നു. ഇനിയും ഇവനുമായിട്ട് കൂടുതലും സഹകരിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഫാത്തിമയ്ക്ക് മനസ്സിലായി. സ്വന്തം അച്ഛനെ കൊന്നവന് മറ്റുള്ളവരെ കൊല്ലുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കാണില്ലല്ലോ എന്ന് അവൾ ചിന്തിക്കും. ഇങ്ങനെയുള്ളവനുമായിട്ട് ഇനി ഒത്തുപോകാൻ കഴിയില്ല എന്ന് അവൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫിലിക്സുമായിട്ട് അവൾ ഒരുപാട് ഗ്യാപ്പിടും. മാത്രവുമല്ല ഫാത്തിമയ്ക്ക് പരമശിവനെ വിവാഹം കഴിക്കണമെന്നാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് പരമശിവത്തിൻ്റെ വീട്ടിലേക്കാണ്. ഇനി ആ ഫിലിക്സിനൊപ്പം നിന്നാൽ ശരിയാകില്ല. അവൻ അച്ഛനെ കൊന്നതുപോലെ അവൻ എന്നെയും കൊന്നുകളയും. ഇനി അവനോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഫാത്തിമ പരമശിവ
പരമശിവത്തിനോട് പറയുന്നു. ഫാത്തിമയുടെ ചേട്ടൻ തന്നെയാണ് ഫാത്തിമയുടെ അച്ഛനെ കൊന്നുകളഞ്ഞത് എന്നുള്ള കാര്യം പറഞ്ഞ് പരമശിവത്തിനാണെങ്കിൽ ഇനി അവളെ അങ്ങോട്ട് വിട്ടാൽ ശരിയാകില്ല. അവളുടെ ജീവനും ആപത്താണെന്ന് മനസ്സിലാക്കി ഫാത്തിമയെ തൻ്റെ കൂടെ നിർത്തും. മാത്രമല്ല സലീമിൻ്റെയും ജെന്നിഫറിൻ്റെയും സഹായത്തോടു കൂടി രണ്ടുപേരും വിവാഹം കഴിക്കുവാനായും തീരുമാനിക്കുന്നു. അതേസമയം ഈ കാര്യങ്ങളെല്ലാം ഫിലിക്സ് അറിയുകയാണ്. ഫിലിക്സ് ആണെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഫിലിക്സിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നും ഫിലിക്സിന് മനസ്സിലായി. അവനിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നല്ല വിലയുണ്ടല്ലോ, അതെല്ലാം നഷ്ടമാകും എന്ന പേടിയായിരുന്നു ഫിലിക്സിന്. ഫാത്തിമ പരമശിവത്തിനൊപ്പം ഇറങ്ങിപ്പോയതറിഞ്ഞ് ഫിലിക്സ് ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടും. അങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ എന്ന് ചിന്തിച്ച് അവൻ ഉടനെ തന്നെ നാട്ടുകാരെ മൊത്തം അറിയിച്ച് 2 ഗ്രാമത്തിലും ഒരു പഞ്ചായത്ത് തന്നെ നടത്തുന്നു. ആ ഒരു പഞ്ചായത്തിൽ പങ്കെടുക്കുവാനായിട്ട് പള്ളിയിലച്ഛനും ഒക്കെ എത്തുന്നുണ്ട്. ഒരുപാട് നേരം സംസാരിച്ച് രണ്ടുപേരെയും 2 വീട്ടിലേക്ക് അയക്കും. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞ് രണ്ടുപേരും വിവാഹം കഴിക്കുവാനായും തീരുമാനിക്കുകയാണ്. അതും ജെന്നിഫറിൻ്റെയും സലീമിൻ്റെയും സഹായത്തോടു കൂടി. ആരും അറിയാതെ വിവാഹം കഴിക്കാം എന്നായിരുന്നു അവരുടെ പ്ലാനും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ഫെലിക്സ് അറിയും. ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും. മാത്രമല്ല നാട്ടുകാർക്ക് മുന്നിലൊക്കെ തനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ട്, അതെല്ലാം നശിക്കും. ഇത്രയും നാളുള്ള തൻ്റെ വരുമാനമെല്ലാം നഷ്ടമാകും എന്നൊക്കെ ഫിലിക്സിന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം തടയണമെന്നും ഫിലിക്സ് തീരുമാനിച്ചു. ഫിലിക്സ് കണ്ടെത്തിയ ഒരേ ഒരു വഴി രണ്ടുപേരെയും കൊന്നുകളയുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഫിലിക്സ് ആണെങ്കിൽ തൻ്റെ സ്വന്തം സഹോദരിയെയും പരമശിവത്തിനെയും കൊന്നുകളയുകയാണ് ചെയ്തതും. ഇതുവരെയും നടന്ന എല്ലാ മരണത്തിനും പിന്നിൽ പരമശിവവും ഫാത്തിമയുമാണെന്നുള്ള കാര്യം ആ അമ്മ പറയുന്നു. ഇതിൽ നിന്നും പോലീസുകാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. മരണപ്പെട്ടതിന് ശേഷം പരമശിവത്തിൻ്റെയും ഫാത്തിമയുടെയും ആത്മാവ് ജെന്നിഫറിൻ്റെയും സലിമിൻ്റെയും ദേഹത്തേക്ക് പ്രവേശിക്കും. എന്നിട്ട് പുതുതായി കല്യാണം കഴിക്കാൻ പോകുന്നവരിൽ നിന്നും വരന്മാരെ എല്ലാം കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് കൊന്നുകളയുക. ഇത് തന്നെയായിരുന്നു അവരുടെ പ്രതികാരവും. ആ നാട്ടിൽ കല്യാണമേ നടക്കാൻ പാടില്ല, അത് തന്നെയാണ് അവരുടെ പ്രതികാരം. ഇനി ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന് പോലീസുകാർ ചിന്തിക്കുന്നു. ആ നാട്ടിൽ മാനസിക നില തെറ്റിയ ഒരു സന്യാസിയെ പോലുള്ള ഒരാളുണ്ടല്ലോ, അയാളെടുത്ത് പോയിട്ട് പോലീസുകാർ അഭിപ്രായം ചോദിക്കും. അപ്പോൾ അയാൾ പറയുന്നത് ഇതിനൊരു വഴി ദൈവത്തിൻ്റെ വഴിയാ, ശിവൻ്റെ വഴി. നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരുടെ രണ്ടുപേരുടെയും ആത്മാവിനെ പിടിച്ചു കെട്ടുവാനായിട്ട് നോക്കുക എന്നുള്ള കാര്യമാണ് ആ ഒരു സ്വാമി പറഞ്ഞു കൊടുത്തതും. പരമശിവത്തിൻ്റെയും ഫാത്തിമയുടെയും ആത്മാവിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ട് കുറേ അഘോരിമാർ വരുന്നു. അവരാണെങ്കിൽ ഒരുപാട് പൂജയും കർമ്മവും ഒക്കെ ചെയ്യുന്നു. ഒരു വിധത്തിലും രണ്ടുപേരെയും പിടിച്ചു കെട്ടുവാനായി പറ്റുന്നില്ല. എന്നാൽ ആ അഘോരിമാരാണെങ്കിൽ പരമശിവത്തിനും ഫാത്തിമയ്ക്കും ഒരു വരം കൊടുക്കും. ഒന്നുകിൽ നിങ്ങളെ പിടിച്ചു കെട്ടുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായി മാറുക. ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് ആ അഘോരിമാർ പറയുന്നു. പരമശിവവും ഫാത്തിമയും സ്വീകരിച്ചത് ദൈവമായി മാറുക എന്ന വഴിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ദൈവമായി മാറുകയാണ്. അവരെ ആരാധിക്കുവാനും ആരംഭിക്കുന്നു. ഇപ്പോൾ യോക്കോപുരത്തുകാരും സുബ്രഹ്മണ്യപുരത്തുകാരും ഒന്നായിരിക്കുകയാണ്. അവരുടെ ഇടയിലെ മതം എന്ന ചിന്തയെല്ലാം മാറി 2 ഗ്രാമവാസികളും ഒന്നിച്ച് തന്നെ ജീവിക്കുവാനായും ആരംഭിക്കുന്നു. എല്ലാവരും ചർച്ച് ഫാദറിനടുത്തേക്ക് വരികയാണ്. ഫാദറാണ് പരമശിവത്തിനും ഫാത്തിമയ്ക്കും പൂജ നടത്തുന്നതും. അത് കണ്ട് ഗ്രാമവാസികളൊക്കെ ഞെട്ടുന്നു. അല്ല, ഫാദറാണോ പൂജ നടത്തുന്നത്? ഫാദർ ഒരു ക്രിസ്ത്യനല്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. എന്നാൽ ഫാദർ പറയുന്നത് ഹിന്ദു മതത്തിലെ ദൈവത്തിനെയും ഞാൻ കണ്ടിട്ടില്ല, ക്രിസ്ത്യൻ മതത്തിലെ ദൈവത്തിനെയും ഞാൻ കണ്ടിട്ടില്ല, മുസ്ലിം മതത്തിലെ ദൈവത്തിനെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഒരേ ഒരു ദൈവം പരമശിവവും ഫാത്തിമയുമാണെന്ന് ചർച്ച് ഫാദർ പറയുന്നു. എല്ലാ മതവും ഒന്നാണ് എന്ന സന്ദേശത്തോടു കൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.